ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ തോട്ടസിലേക്ക് സ്വാഗതം. ഒരുപാട് IPOs വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേ ടു മൺഡേ അവസാനിക്കുന്ന ഒരുപാട് IPOs വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക IPOs നല്ല IPOs ആണ്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു IPO, 100% എപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ഞാനിന്ന് പറയുന്നത്. എല്ലാവരും ഈ IPOനെ അപേക്ഷിക്കണം. 80 മുതൽ 100% വരെ റിട്ടേൺ, അതായത് ഒരു ലോട്ട്, മിനിമം ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 14,800 രൂപയാണ്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് തന്നെ ഒരു 14,000 രൂപ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇത്. മമത മെഷീനറീസ് എന്നാണ് കമ്പനീൻ്റെ പേര്. വളരെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള 36 കൊല്ലം പഴക്കമുള്ള ഒരു അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് മമത മെഷീനറീസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കമ്പനി എന്ന് നോക്കാം. പല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുവാൻ പൗച്ചസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്, പാക്കേജിങ് ഐറ്റംസ്, പ്ലാസ്റ്റിക് ബാഗ്സ്, എക്സ്ട്രൂഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെഷീനറീസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് മമത മെഷീനറീസ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലും അതുപോലെ തന്നെ USA-യിലും അവർക്ക് അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഇന്ത്യയിലെ റവന്യൂവിനെക്കാളും കൂടുതൽ എക്സ്പോർട്ട് ത്രൂ റവന്യൂ കിട്ടുന്ന ഒരു കമ്പനിയാണ് ഈ മമത മെഷീനറീസ്. ഈ മമത മെഷീനറി വേറെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ, അവർ പിയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അവരെ കോമ്പറ്റീറ്റേഴ്സ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പ് വാല്യൂഷനിലാണ് ഈ IPO വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ അവരെ പിയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്ന് വിൻസം ആണ്, ഒന്ന് കാബ്ര എക്സ്ട്രൂഷൻസ് ആണ്, ഒന്ന് രാജു എൻജിനീയറിംഗ് കമ്പനിയൊക്കെയാണ്. ഇപ്പോൾ ഇവരൊക്കെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പിലാണ് ഈ ഒരു സ്റ്റോക്ക് IPO വരുന്നത്. ഇതിൻ്റെ പി റേഷ്യോ 17 ഉള്ളൂ. ഇപ്പോൾ രാജു എൻജിനീയറിംഗ് കമ്പനി ആണെങ്കിൽ 57 ആണ്. കാബ്ര എക്സ്ട്രൂഷൻ നോക്കുകയാണെങ്കിൽ 30 ആണ്. അതേസമയം വിൻസം ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് ഇവരെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പ് വാല്യൂഷനാണ് ഈ ഒരു IPO കൊണ്ടുവന്നത്. കമ്പനീൻ്റെ ഒരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഇന്ത്യയിലുള്ള വെൽ റെപ്യൂട്ടഡ് കമ്പനി മമത മെഷീനറീസ്. അപ്പോൾ അതിൻ്റെ സെയിൽസ് വോളിയം, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടർ ഞാൻ കൊടുത്തത്, അതിൻ്റെ മാർജിൻ വളരെ ഹൈ ആണ്. സാധാരണ 5%, 6%, 15 മുതൽ 20% വരെ മാർജിനുള്ളൊരു ബിസിനസ്സും കൂടിയാണ് മമത മെഷീനറീസിന്. അവരുടെ ഭാവിയിൽ നല്ല വളർച്ച സാധ്യത കാണിക്കാൻ ചാൻസ് ഉണ്ട്. 179 കോടിയുടെ ഒരു ചെറിയ IPO ആയിട്ടാണ് മമത മെഷീനറീസ് വന്നത്. വേറെ പല പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു, എക്സ്പോർട്ടിങ് ടു ഒരുപാട് രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. 237 കോടി റവന്യൂ കാണിക്കുന്ന കമ്പനിയാണ്. ഇതിന് പുറമെ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, ഇയർ ഓൺ ഇയർ ബേസ് 60% വളർച്ചയാണ് ഈ കമ്പനി കാണിച്ചത്. 36 കോടി ലാഭം കാണിച്ചു. ഇതിന് പുറമെ വളരെ കുറഞ്ഞ ഒരു ഷെയർ ക്യാപിറ്റൽ, 25 കോടിയുള്ള എൻ്റെ ഇക്വിറ്റി. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് വന്നാൽ വേറെ ലെവലിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള കമ്പനിയാണ് മമത മെഷീനറീസ്. മാർക്കറ്റ് ക്യാപിറ്റൽ 600 കോടിയേ ഉള്ളൂ. വേറെ ഇവരെ പിയേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 1500 കോടി മാർക്കറ്റ് ക്യാപിറ്റൽ കമ്പനിയാണ് കാബ്ര എക്സ്ട്രൂഷൻസും രാജു എൻജിനീയേഴ്സൊക്കെ. പിന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ പ്രധാനപ്പെട്ട സമയം. 27% റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനി കാണിച്ചത് വളരെ പോസിറ്റീവാണ്. ഇതിന് പുറമെ കംപ്ലീറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്, ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതുകൊണ്ട് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള, ഇന്ത്യയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഈ US-ൽ പ്ലാന്റുള്ള, എക്സ്പോർട്ടൊന്നും കൂടുതൽ റവന്യൂ കിട്ടുന്ന, ഇപ്പോഴത്തെ അവർ പിയേഴ്സെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ റീസണബിൾ ആയിട്ട് വാല്യൂഷനിൽ വന്ന IPO ആണ് മമത മെഷീനറീസ്. സോ എന്തായാലും അപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ്. OFS ത്രൂ ആണ്, ഓഫർ ഫോർ സെയിൽ ത്രൂ ആണ് കംപ്ലീറ്റ് വരുന്നത്. ഇതിന് പുറമെ അതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 230, 243 പെർ ഷെയറാണ്. ഈ വെള്ളിയാഴ്ച ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. തിങ്കളാഴ്ച വരെ അതിൻ്റെ IPO ഉണ്ട്. തിങ്കളാഴ്ച IPO ക്ലോസ് ചെയ്യും, 27-ാം തീയതി ലിസ്റ്റും ചെയ്യും. സോ തിങ്കളാഴ്ച വരെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 ഡേയ്സ് മാത്രം നിങ്ങൾ പൈസ ബ്ലോക്കാക്കി വെക്കുള്ളൂ. അത് കഴിഞ്ഞ് പൈസ റിലീസ് ചെയ്യും. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. 27-ാം തീയതി വേണം നിങ്ങൾക്ക് ഷെയർ കൊടുക്കും ചെയ്യാം 14,000 രൂപ ലാഭത്തിന്. അതൊരു മിനിമം ലോട്ട് എന്ന് പറഞ്ഞാൽ 61 ആണ്. 61 ആണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു ലോട്ടിനെ അപേക്ഷിക്കുകയാണെങ്കിൽ 14,823 രൂപ ആണ് നമ്മൾ പൈസ ബ്ലോക്കാക്കി വെക്കുക. അത് 3 ദിവസം റിലീസ് ചെയ്യും. 3 ദിവസം റിലീസ് ചെയ്യാൻ പറ്റാവുന്ന ക്യാഷ് നിങ്ങൾ കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റ് അപ്ലൈ ചെയ്യുന്ന IPO ആണ് മമത മെഷീനറി.
വെള്ളിയാഴ്ച തന്നെ നിങ്ങൾക്ക് 14,000 തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ട്രൈ അവർ ലക്ക്. പിന്നെ അതിൻ്റെ GMP പ്രൈസ് 40% പിന്നെ ഇപ്പോൾ 50% ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100% മേലെ GMP പ്രൈസ് ആവാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്, സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 100% അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് മമത മെഷീനറി. സോ ഇതാണ് ഒരു ഈ IPO ഡീറ്റെയിൽസ്. വെള്ളിയാഴ്ച തുടങ്ങുന്നുണ്ട്, തിങ്കളാഴ്ച അവസാനിക്കും. സോ 2 ദിവസം കൂടെ ബാക്കിയുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അപ്ലൈ ചെയ്യുക, കിട്ടിക്കഴിഞ്ഞാൽ അത് ലക്കായിരിക്കും. സോ ആസ് യൂഷ്വൽ ഐ എം നോട്ട് എ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിൽ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.